എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന റസ്ന ടാങ്ക് പൗഡർ ഉണ്ടല്ലോ, നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വെറും 3 ചേരുവകൾ മാത്രം മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ തന്നെ എടുക്കുക, എങ്കിലേ നമുക്ക് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടും. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്ലൂക്കോസ് പൊടിയാണ് വേണ്ടത്. 2 ടേബിൾ സ്പൂൺ അളവിൽ ഗ്ലൂക്കോസ് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ 2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഗ്ലൂക്കോസ് പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടും തരികളില്ലാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ടൈഗറിൻ്റെ മാംഗോ മിക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ എടുക്കാം. ഇനി അതിൽ നിന്നും 1/2 ടീസ്പൂൺ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ റസ്ന പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നമ്മളിത് ജ്യൂസ് തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും അതുപോലെ തന്നെ നമ്മുടെ റസ്ന പൗഡർ ഒരു 2 ടീസ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ജ്യൂസ് റെഡിയാണ്. ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലെമൺ ജ്യൂസ് ചേർത്തും ചേർക്കാതെയും ഞാനിത് ജ്യൂസ് തയ്യാറാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്